അങ്ങനെ ഞങ്ങൾ അതിരപ്പള്ളി കണ്ടതിന് ശേഷം നേരെ വന്ന വാഴച്ചാലിലേക്കായിരുന്നു. ഇപ്പോഴും അതിരപ്പള്ളി വാഴച്ചാൽ എന്നാണല്ലോ പറയാറ്. അപ്പോൾ ഇവർ രണ്ടും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. എന്താ ബന്ധം എന്നൊന്നും എനിക്കറിയാൻ മേല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരത്തെ അവിടെ നിന്ന് അതിരപ്പള്ളിയിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടിക്കറ്റിന് നമുക്കിവിടെ കാണിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. അവിടെ ഒത്തിരി മരങ്ങളുള്ളതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമായിരുന്നേ. അപ്പോൾ നമ്മൾ അതിരപ്പള്ളിയിൽ കണ്ടിരിക്കുന്നത് നമ്മൾ ഒത്തിരി കുത്തനെയുള്ള വെള്ളച്ചാട്ടമാണല്ലോ. ഇതിപ്പോൾ പേര് പോലെ തന്നെ വാഴച്ചാൽ എന്ന് പറയുമ്പോൾ ചാല് പോലെ ഇങ്ങനെ പരന്നൊഴുകുന്നൊരു വെള്ളച്ചാട്ടമായിരുന്നു. പക്ഷേ വെള്ളം അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെയാണ് ഒഴുകുന്നത്. അപ്പോൾ അതിൽ ഫുൾ ഒരു വൈറ്റ് കളറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ആ ഫോറസ്റ്റിൻ്റെ അടുത്തും കൂടെ ആയപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. ശരിക്കും പറഞ്ഞു വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് അപ്പുറത്തെ ഫോറസ്റ്റിലേക്കൊരു പാലം പണിയുവാണെങ്കിൽ നമുക്ക് സുഖമായിരുന്നു. അപ്പുറത്തെ ഫോറസ്റ്റും കൂടി ഒന്ന് കണ്ടുവരായിരുന്നു. അങ്ങനെ കുറേ അവിടെ നടന്നതിന് ശേഷം എന്നാൽ ശരി കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴാണ് അവിടെ നമ്മൾ നന്നാരി സർവത്ത് കൊടുക്കുന്നൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുരങ്ങൻകുട്ടൻ ഓരോ നോക്കിയെടുത്ത് ആരെങ്കിലും കയ്യിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കും. അപ്പോൾ അവിടെ കിടക്കുന്ന എന്തൊക്കെയോ അവൻ പെറുക്കി തിന്നുവാണേ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ചേച്ചിമാരൊക്കെ ഭയങ്കര സ്പീഡിലാണ് എല്ലാം ചെയ്യുന്നത്. ഒത്തിരി കസ്റ്റമേഴ്സ് അവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് മെയിനായിട്ടുള്ളൊരു കട അതിൻ്റെ ഉള്ളിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ നന്നാരി സർവത്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ കാടൊക്കെ ഉള്ളത് കൊണ്ട് നന്നാരി അവർക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് കിട്ടും തോന്നുന്നു. കാരണം നല്ലൊരു നന്നാരിയുടെ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ പൊതുവേ പുറത്തുനിന്ന് കഴിക്കുന്ന സമയത്ത് നന്നാരിയുടെ അത്ര ഫ്ലേവർ നമുക്ക് കിട്ടത്തില്ലല്ലോ. പക്ഷെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു നന്നാരിയുടെ. അങ്ങനെ ഒരാൾ ഉപ്പ് സോഡയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ സർവത്ത് കുടിച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സർവത്തെ കുടിച്ച് ഇനിയിപ്പോൾ അടുത്ത സ്പോട്ട് ഏതാണെന്ന് നോക്കി പോകണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ.